ദൈവികമായ രക്ഷയും കരുണയും നമ്മുടെ പേരിലുണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ വചനം 155. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. വചനം 156. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്ത് ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ ആ ക്ഷമാശീലർ പറയുന്നത്, ഞങ്ങൾ അല്ലാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടി വരുമാണ് എന്നായിരിക്കും. ഉലൈക അലൈഹിം സലവാതു മിൻ റബ്ബിഹിം വറഹ്മത്തും വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കത്രേ തങ്ങളുടെ രക്ഷിതാവെങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത്. അവരത്രേ സന്മാർഗം പ്രാപിച്ചവർ.